أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 221 വചനമാണ് ഇവിടെ നിങ്ങൾ ശ്രവിച്ചത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അനാഥരെ സംബന്ധിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. അവരുമായി നിങ്ങൾ കൂടിക്കലർന്ന് ജീവിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. കുഴപ്പമുണ്ടാക്കുന്നവരെ, നന്മ വരുത്തുന്നവരിൽ നിന്ന് അള്ളാഹു വേർതിരിച്ചറിയുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു പ്രതാപവാനും യുക്തിജ്ഞനും അത്രേ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് ലോകത്ത് അനാഥകളുടെ കാര്യത്തിൽ വലിയ അനീതിയാണ് നടക്കുന്നത്. ഒന്നുകിൽ അവരോട് അതിരുകവിഞ്ഞ ക്രൂരത കാണിക്കുന്നു, അല്ലെങ്കിൽ അതിരുകവിഞ്ഞ് സ്നേഹിക്കുന്നു. ഇതുമൂലം അവർ ചീത്തയായി പോകുന്നു. യഥാർത്ഥത്തിൽ അവരോട് അതിരുകവിഞ്ഞ ക്രൂരതയോ അമിതമായ സ്നേഹമോ കാണിക്കാൻ പാടില്ല. അവർ എന്ത് ചെയ്താലും അവരോടൊന്നും പറയരുത്, കാരണം അവരുടെ പിതാവ് മരണപ്പെട്ടതാണ് എന്ന് കരുതരുത്. സാധാരണയായി ആളുകൾ അവരെ ആശ്രയമില്ലാത്തവരായി കാണുമ്പോൾ ഒന്നുകിൽ അവരോട് അതിരുകവിഞ്ഞ കടുപ്പം കാണിക്കുന്നു, അല്ലെങ്കിൽ അമിതമായ മൃദുത്വം കാണിക്കുന്നു. ആളുകൾ വ്യാജമായ അനുകമ്പയോടെ അവരോട് ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ അനാഥ കുട്ടികൾ വഴിതെറ്റുകയും അവരുടെ ജീവിതം നശിച്ചു പോവുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്, എല്ലാ കാര്യങ്ങളിലും അവരുടെ നന്മയും പുരോഗതിയും നിങ്ങൾ കണക്കിലെടുക്കണമെന്നാണ്. നിങ്ങൾ മിതമായ ഒരു മധ്യമാർഗം സ്വീകരിക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് അല്ലാഹു അനാഥകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, അവരെ ശ്രദ്ധിക്കാത്ത ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. തങ്ങൾ മരണപ്പെടുകയും തങ്ങളുടെ പിന്നിൽ അശരണരായ കുട്ടികളെ അനാഥകളായി വിട്ടുപോവുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഈ രീതിയിൽ അനാഥകളുടെ വളർത്തലും അവരുടെ സംരക്ഷണവും ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണെന്ന കാര്യത്തിലേക്ക് അല്ലാഹു തആല ശ്രദ്ധ തിരിക്കുകയാണ് ചെയ്തത്. ആളുകൾ മരണത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്നയാൾ മരിക്കുകയും അയാളുടെ കുട്ടികൾ തെരുവുകളിൽ ഭിക്ഷയാചിച്ച് നടക്കുകയും ചെയ്യുന്നത് അവർ കാണുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ കുട്ടികൾ ആരെങ്കിലും വേലക്കാരായി നിർത്തിയാൽ അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെ ബൂട്ടിട്ട് ചവിട്ടുകയും അവരുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നു. അവർ കരയുന്നു, നിലവിളിക്കുന്നു. എങ്കിലും അവരുടെ ഈ ആവലാതികളും സങ്കടങ്ങളും ആ ക്രൂരൻ്റെ ഹൃദയത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല. ഈ സാഹചര്യങ്ങൾ കാണുമ്പോഴാണ് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നത്. അവൻ ചിന്തിക്കുന്നു, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ കുട്ടികളോടും ആളുകൾ ഇതേ രീതിയിൽ തന്നെയായിരിക്കും പെരുമാറുക എന്ന്. എന്നാൽ ഒരു ജനതയുടെ ദേശീയ സ്വഭാവം ഉന്നത നിലവാരത്തിലുള്ളതായി മാറുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അയാളുടെ കുട്ടികളുടെ കാര്യത്തിൽ ആ സമൂഹത്തിലാകെ ശക്തമായൊരു സാഹോദര്യ മനോഭാവം ഉണരുകയും, ഈ കുട്ടികളെ എൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കൂ, ഞാൻ എൻ്റെ സ്വന്തം കുട്ടികളെപ്പോലെ അവരെ വളർത്താം എന്ന് ഓരോരുത്തരും പറയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ, അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഭയം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകും. അപ്പോൾ മനുഷ്യൻ ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ മരണപ്പെട്ടാലും എൻ്റെ ജനതയിലെ വ്യക്തികൾ എൻ്റെ കുട്ടികളെ എന്നെപ്പോലെ തന്നെ നന്നായി നോക്കാൻ തക്കവണ്ണം അത്രമേൽ നല്ലവരാണ്. അവർ എൻ്റെ കുട്ടികളെ അടിക്കാനോ ചവിട്ടാനോ ഇടയാക്കുകയില്ല. അതുകൊണ്ട് അനാഥകളുടെ സംരക്ഷണവും വിധവകളോടുള്ള നല്ല പെരുമാറ്റവുമാണ് ഒരു ജനതയിൽ ധൈര്യവും വീര്യവും വളർത്തുന്ന രണ്ട് കാര്യങ്ങൾ. ഒരു ജനതയിൽ ഈ ഗുണമില്ലെങ്കിൽ, മറിച്ച് അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം അനാഥകളെ സംരക്ഷിക്കുന്നതിന് പകരമായി അവരെ വേലക്കാരാക്കി മാറ്റുകയും വേലക്കാരെക്കാൾ മോശമായ അവസ്ഥയിൽ കൈകാര്യം ചെയ്യുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ മുഖത്തടിക്കാൻ മുതിരുകയും ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പിന്നെ ആരാണ് മരിക്കാൻ ആഗ്രഹിക്കുക? ഓരോ വ്യക്തിയും മരണത്തെ ഭയപ്പെടും, അസ്വസ്ഥനാകും. തൻ്റെ മരണം തൻ്റെ കുട്ടികളുടെ മരണമാണെന്നും തൻ്റെ മരണം തൻ്റെ ഭാര്യയുടെ മരണമാണെന്നും അവൻ മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർ എങ്ങനെയാണ് യുദ്ധരംഗത്തോ മറ്റോ തങ്ങളുടെ ജീവൻ നൽകാൻ തയ്യാറാവുക?
ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം പ്രകാരമായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ആര് വളർത്തും എന്ന ചോദ്യം അവിടെ ഉയരരുത്. പകരം ആളുകൾ സ്വയം ഓടി വന്ന ആ കുട്ടികളെ നെഞ്ചോട് ചേർക്കുകയും സ്വന്തം വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും വേണം. സ്വന്തം മക്കളെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായോ അവരോട് സ്നേഹവും കാരുണ്യവും ദയയും കാണിക്കണം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായൊരു സംഭവം, ഒരു കുട്ടി അനാഥനായി തീർന്നു. അപ്പോൾ ചില സഹാബികൾ തമ്മിൽ തർക്കമുണ്ടായി. ഒരാൾ പറഞ്ഞു ഞാനിവനെ വളർത്താം, മറ്റൊരാൾ പറഞ്ഞു ഞാൻ വളർത്താം. ഒടുവിൽ ഈ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടിയെ മുന്നിൽ നിർത്തുക, അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ പക്കൽ കുട്ടിയെ ഏൽപ്പിക്കുക. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്തെന്നാൽ ഒരാൾ മരണത്തോട് മല്ലടിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ആശങ്കയും ആകുലതയും ഇതാണ്: എനിക്ക് ശേഷം എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും അവസ്ഥ എന്താകും? ആര് അവരെ വളർത്തും? ആര് അവരെ പരിപാലിക്കും? ആരാണ് അവരെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും നോക്കുക? ഇന്നൊരു വ്യക്തി മരണപ്പെടുകയും അവൻ്റെ കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ഉയരുകയും ചെയ്യുമ്പോൾ ഒരാൾ പറയും, എൻ്റെ മനസ്സ് പറയുന്നു ആ കുട്ടിയെ ഏറ്റെടുക്കാൻ, പക്ഷേ എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ തന്നെ വലിയ ബാധ്യതകളുണ്ട്. രണ്ടാമത്തവൻ പറയും, എൻ്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു, പക്ഷേ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മൂന്നാമൻ പറയും, എനിക്കും ഈ പുണ്യം നേടാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സാഹചര്യം വളരെ മോശമാണ്. ഇങ്ങനെ ഓരോരുത്തരായി ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സഹാബികളുടെ ഇടയിൽ ഇതൊരിക്കലും ഉണ്ടായിരുന്നില്ല. അവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല, മറിച്ച് ഈ പുണ്യം നേടിയെടുക്കാൻ സന്തോഷത്തോടെ മത്സരിക്കുകയായിരുന്നു. ഒരു സമൂഹത്തിൽ അനാഥരുടെയും പാവപ്പെട്ടവരുടെയും സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ഈ ഒരു വികാരമുണ്ടാവുകയും സമൂഹത്തിലെ അംഗങ്ങളുടെ ഹൃദയങ്ങളിൽ അവരോടുള്ള ആദരവ് ജനിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വളർത്തലിൽ അവർക്ക് സമാധാനവും ആശ്വാസവും ലഭിക്കുകയും ആ അനാഥകളെ സ്വന്തം മക്കളെപ്പോലെ കാണുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹം വിശ്വാസത്തിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ പോലും ലോകത്തിലെ ഏറ്റവും ഉത്തമമായ സമൂഹമായി മാറുന്നു. മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ജീവിക്കുന്നവനും സർവശക്തനുമായ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും കൂടിച്ചേരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുവൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം ശക്തമാകുന്നു എന്നാൽ മരണഭയം പോലും അവൻ്റെ അടുത്ത് വരികയില്ല. യൂറോപ്യൻ ജനതകളിൽ നിന്ന് നമ്മൾ കാണുന്ന ധീരതയുടെ ഒരു കാരണം ഇതാണ്. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ ജനത ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിച്ചുകൊള്ളും എന്നൊരു ബോധം അവിടുത്തെ യുവാക്കളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരിക്കാൻ പോകുന്നവൻ ഒട്ടും ഭയപ്പെടാതെ മുന്നോട്ട് പോവുകയും തൻ്റെ ജീവൻ ബലി നൽകുകയും ചെയ്യുന്നത്. വിശ്വാസം, ഈമാൻ എന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. അത് കൂടുതൽ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വീണ്ടും വീണ്ടും പുതിയ വിശ്വാസം അർപ്പിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നവർക്കാണ്. എന്നാൽ ഈ ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യം ഉള്ളതുകൊണ്ട് ശക്തമായ ഈമാൻ, വിശ്വാസം ഇല്ലാത്ത ജനതകൾ പോലും ധീരരും ഭയമില്ലാത്തവരുമായി മാറാറുണ്ട്. വൈൻ തുഖാലിത്തൂഹും ഫ ഇഖ്വാനുക്കും, അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾ അവരുമായി ഒത്തുചേർന്ന് ജീവിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ അവരെ നിങ്ങളോടൊപ്പം ചേർക്കുക. അതായത് ഭക്ഷണപാനീയങ്ങളിലും കച്ചവടത്തിലും മറ്റ് ദൈനംദിന കാര്യങ്ങളിലും അവരെ പങ്കാളികളാക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ സഹോദരങ്ങൾ എന്ന് വിളിക്കുമ്പോൾ അതോടൊപ്പം ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു മൂത്ത സഹോദരൻ തൻ്റെ ഇളയ സഹോദരനോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെയുള്ള പെരുമാറ്റമായിരിക്കണം അവരോടുണ്ടാകേണ്ടത്. ഇളയ സഹോദരങ്ങളുടെ സംരക്ഷണ ചുമതലയുള്ള ഒരു മൂത്ത സഹോദരൻ അവരുടെ സ്വത്തുക്കൾ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുന്നു. അവർക്ക് ഭക്ഷണവും പാനീയവും നൽകി വളർത്തുകയും അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ സ്വത്ത് അവർക്ക് തന്നെ കൈമാറുകയും ചെയ്യുന്നു. ഇതേ രീതിയിൽ അനാഥര സഹോദരങ്ങൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രദ്ധ ക്ഷണിക്കുന്നു. ആ ചെറിയ സഹോദരന്മാരിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കരുത് എന്ന് ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ ചെയ്യുന്നത്. പകരം നിങ്ങളുടെ പക്കൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നൽകുകയാണ് വേണ്ടത്. അവരോട് അങ്ങനെയുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. വലൗ ശാ അല്ലാഹു ലഅനതകും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമായിരുന്നു. അതായത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കൽപ്പന നൽകുമായിരുന്നു. അതായത് അനാഥരുടെ സ്വത്ത് പൂർണ്ണമായും വേർതിരിച്ചു വെക്കണമെന്നും അവരുടെ ചെലവുകൾ നിങ്ങൾ തന്നെ വഹിക്കണമെന്നും അവൻ കൽപ്പിച്ചേക്കുമായിരുന്നു. എന്നാൽ അവൻ കാരുണ്യം കാണിക്കുകയും നിങ്ങളുടെ സൗകര്യം കണക്കിലെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ സൗകര്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ അനാഥരുടെ വളർത്തലിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ അവരുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാം എന്നല്ല. ഇന്നല്ലാഹു അസീസുൻ ഹക്കീം, തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും യുക്തിജ്ഞനുമാണ്.
നിങ്ങൾ അനാഥരുടെ അവകാശങ്ങൾ നശിപ്പിക്കുകയോ അവരോട് അന്യായമായി കടുപ്പത്തിലും സമ്മർദ്ദത്തിലും പെരുമാറുകയോ അവരുടെ സ്വത്ത് ധൂർത്തടിക്കുകയോ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അനാഥരോട് മൃദുലമായി പെരുമാറുകയും അവരുടെ സ്വത്ത് നിങ്ങളുടെ സ്വത്തുമായി ചേർത്ത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാണ്. അതിനാൽ നിങ്ങളും വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുക. ഏതൊരു കാര്യത്തിലാണോ നന്മയുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.